സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിരുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രിയങ്കരനായിരുന്നത് മലയാള സിനിമാ മേഖലയിലും, അതേപോലെ തന്നെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ കൂടിയും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും സുപരിചിതനായ ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ പറയുന്ന സുരേഷ് ഗോപി. എന്നാൽ അയാള് സംഘികൾക്കൊപ്പം ചേർന്ന്, അല്ലെ സംഘപരിവാരത്തിനോടൊപ്പം ചേർന്ന് ആ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തതോടുകൂടി അയാളുടെ ഉള്ളിലുള്ള ആ ഒരു നല്ല മനുഷ്യൻ, കേരളത്തിലെ ജനങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു നല്ല മനുഷ്യനെയും ആ ഒരു മനുഷ്യ സ്നേഹയൊക്കെ നമുക്ക് നഷ്ടമായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വർഗീയതയും അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് മതവും അങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങളും അല്ലെ വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കയറി വന്നു. പിന്നീട് അദ്ദേഹം വിദ്വേഷത്തിന്റെ വിഷം തുപ്പുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി അദ്ദേഹം ഈ പറയുന്ന വിദ്വേഷത്തിന്റെ ഒരു വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജാതി എന്താണ്, മതം എന്താണെന്ന് അറിയാത്ത കേരളത്തിൽ ജാതി എന്ന് പറയുന്നൊരു സാധനമുണ്ടെന്നും മതം എന്ന് പറയുന്നൊരു സാധനമുണ്ടെന്നും ഈ ചട്ടക്കൂടിനുള്ളിൽ എല്ലാവരും ജീവിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളാണ് ഹിന്ദുത്വവാദികൾ, അല്ലെങ്കിൽ സംഘപരിവാർ, അല്ലെങ്കിൽ സംഘികൾ. അപ്പോൾ അവരോടൊപ്പം ചേർന്നതോടുകൂടി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലും ഈ ഒരു രീതിയിലുള്ള ചിന്താഗതികൾ വന്നു. ഇദ്ദേഹം എവിടെ പോയാലും പറയുന്നത്, എനിക്ക് ഈ പൂണൂലിട്ട വർഗത്തിനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രണയമാണ്, അല്ലെങ്കിൽ വല്ലാത്ത എനിക്കൊരു ആഗ്രഹമാണ്, എനിക്കും അടുത്ത ജന്മത്തിലെങ്കിലും പൂണൂലിട്ടൊരു വർഗമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണം എന്നുള്ളത്. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്നെപ്പോലെ ഒരു ഉന്നത കുലജാതനെ അവരുടെ മന്ത്രിയാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒന്നുമില്ലാത്ത ആളുകൾക്ക്, അതായത് താഴേക്കിടയിൽ കിടക്കുന്ന ആളുകൾക്ക്, ദളിതരായിട്ടുള്ള ആളുകൾക്ക് ഉന്നമനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ നരേന്ദ്രമോദിജിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രസ്താവനയായിരുന്നു, അങ്ങ് ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ ആലപ്പുഴയിൽ എയിംസും, തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂർ എയിംസും, എറണാകുളത്ത് ചെല്ലുമ്പോൾ എറണാകുളത്ത് എയിംസും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത്. എന്നാൽ എയിംസും ഇല്ല, അവസാനം പ്രത്യേകിച്ച് പറയാനായിട്ട് ഒരു സാധനങ്ങളും ഇല്ലാത്ത, ഏകദേശം വി ഡി സതീശൻ എന്താണോ പറയുന്നത് അതേപോലെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ പറയുന്ന സുരേഷ് ഗോപിയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നും ചെയ്യുന്നുമില്ല, എന്നാൽ വലിയ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ ഒരു ഫ്യൂഡൽ തമ്പ്രാക്കൻ, അല്ലെ ഒരു ഫ്യൂഡൽ മാടമ്പിത്തരം കാണിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അപ്പൊ അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രശ്നങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ വലിയ ചർച്ചകളൊക്കെ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞിടയ്ക്ക് സുരേഷ് ഗോപിയുടെ മകൻ, അതായത് സുരേഷ് ഗോപിയുടെ ഇളയ മകന്റെ ഒരു ചിത്രം ഇറങ്ങുകയുണ്ടായി. അപ്പൊ ആ ചിത്രം ഇറങ്ങിയ സമയത്ത് ഈ ഒരു സുരേഷ് ഗോപിയുടെ മകനെ, മാധവ് സുരേഷ് എന്നാണ് പേരെന്ന് തോന്നുന്നത്, അപ്പൊ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, സിനിമ വളരെ മോശമാണെന്നുള്ള ക്യാമ്പയിൻ ഉണ്ടാവുന്നു, സിനിമ മോശമാണെന്നൊക്കെയാണ് ഞാനും അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ഈ മാധവ് സുരേഷ്, അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപിയുടെ മകൻ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അച്ഛന്റെ രാഷ്ട്രീയം ഞങ്ങളുടെ കലയെ നെഗറ്റീവ്ലി ബാധിക്കുന്നു, അല്ലെങ്കിൽ അച്ഛന്റെ രാഷ്ട്രീയം കാരണം ഞങ്ങൾക്ക് സിനിമ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല, സിനിമ എന്ന് പറയുന്ന ഒരു ലോകം വെറും ഓർമ്മ മാത്രമായി മാറുന്നു, അല്ലെങ്കിൽ സിനിമയിലേക്ക് ഞങ്ങൾക്ക് എൻട്രി കിട്ടുന്നില്ല, കാരണം അച്ഛന്റെ സംഘടനയാണ്, അല്ലെങ്കിൽ അച്ഛന്റെ പാർട്ടിയാണ്, അല്ലെങ്കിൽ അച്ഛന്റെ രാഷ്ട്രീയമാണ് പ്രശ്നം. സുരേഷ് ഗോപിയുടെ മകന്റെ ആ ഒരു കണ്ടുപിടുത്തം വളരെ വ്യക്തമായിരുന്നു, അല്ലെ വളരെ കൃത്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം, സുരേഷ് ഗോപിയുടെ ആ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇത് രണ്ടുമായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഞാനടക്കമുള്ള ഈ കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങൾക്കും ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ വർഗീയത പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, മതവിദ്വേഷം പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് സുരേഷ് ഗോപി ഇഷ്ടമാണ്. അല്ലാതെ നല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സുരേഷ് ഗോപി ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സുരേഷ് ഗോപി ഇന്ന് ഒരു കാര്യവുമായിട്ട് വന്നിട്ടുണ്ട്, അല്ലെ സുരേഷ് ഗോപി ഇന്ന് അദ്ദേഹം റിയലൈസ് ചെയ്തിരിക്കുകയാണ്, എനിക്ക് പറ്റിയ പണിയല്ല ഈ പറയുന്ന കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു പണിയല്ല ഒരു നേതാവാവുക എന്ന് പറയുന്നത്. എനിക്ക് പറ്റിയ പണി സിനിമയിലേക്ക് പോവുക, അല്ലെ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ കുടുംബം നോക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ സുരേഷ് ഗോപി പറയുന്നുണ്ട്. ഇത് അദ്ദേഹം ഇന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ വളരെ മോശക്കാരനൊന്നും ആക്കുന്നില്ല. ഇദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമ ചെയ്യണം, കാരണം സിനിമയാണ് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ മക്കൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ സിനിമ ചെയ്തെങ്കിലേ പറ്റുള്ളൂ, രാഷ്ട്രീയത്തിൽ വന്നത് പണം ഉണ്ടാക്കാനല്ല, അതുകൊണ്ട് എനിക്ക് സിനിമയും വേണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ സജീവമായിട്ട് എനിക്ക് സിനിമയിൽ പോകാനാണ് ആഗ്രഹമെന്നും ഇദ്ദേഹം അന്ന് പറയുകയുണ്ടായി. എന്നാൽ ഏറ്റവും കൃത്യമായിട്ടുള്ള, അല്ലെ ഏറ്റവും നല്ലൊരു തീരുമാനം അദ്ദേഹം ഇന്ന് എടുത്തിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് സിനിമ ചെയ്യണം എന്നതിനേക്കാൾ അപ്പുറം മക്കളുടെ സിനിമാ ജീവിതം, അല്ലെ മക്കളുടെ ഫ്യൂച്ചർ, അതെല്ലാം ഇല്ലാതെയാവുന്നത് തൻ്റെ പാർട്ടി കൊണ്ടാണെന്ന്, അല്ലെ തൻ്റെ രാഷ്ട്രീയം കൊണ്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ട് മക്കൾ തന്നെ, അല്ലെ കുടുംബം തന്നെ പ്രേരിപ്പിച്ചതായിരിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഒരു വാർത്ത കാണിച്ചു തരാം.
മന്ത്രിസഭയിൽ നിന്ന്, അതായത് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ അടക്കമുള്ള ആളുകളെ സമീപിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സുരേഷ് ഗോപി. എന്തായാലും ഒരു വാർത്ത കൂടെ കണ്ടു നോക്കാം. പോവാം വാർത്തയിലേക്ക്. ഒഴിവാക്കണമെന്ന ആവശ്യവുമായി സുരേഷ് ഗോപി അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ നിലപാടറിയിച്ചു. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് ആവശ്യം ഉന്നയിച്ചത്. മന്ത്രിയായ ശേഷം സിനിമ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും നേതൃത്വത്തെ അറിയിച്ചു. ഈ മാസം പകുതിയോടെ മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ സമാന ആവശ്യം സുരേഷ് ഗോപി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, സുരേഷ് ഗോപി ഒരുപക്ഷെ ഒഴിവാക്കിയേക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചന നമുക്കുണ്ടായിരുന്നു. ഇത് സുരേഷ് ഗോപി തന്നെ ഇപ്പോൾ അങ്ങോട്ട് പോയി എന്നെ ഒഴിവാക്കി തരുമോ എന്ന് ആവശ്യപ്പെട്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ ഈ സഹമന്ത്രി സ്ഥാനത്തിൽ ഒട്ടും തൃപ്തനല്ലായിരുന്നു സുരേഷ് ഗോപി. ആ സമയത്ത് തന്നെ സിനിമ ചെയ്യണമെന്നും തനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചിരുന്നു. പക്ഷേ അത് പ്രധാനമന്ത്രി സമ്മതിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ സുരേഷ് ഗോപി താൻ ഒഴിയാൻ തയ്യാറാണ് എന്ന വിവരം അറിയിച്ചിരിക്കുന്നത്? അരുൺ, സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിരവധി സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന ആവശ്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. ഒറ്റക്കൊമ്പൻ പോലുള്ള പല സിനിമകളും, വലിയ ബിഗ് ബജറ്റ് സിനിമകൾ വരാനുണ്ട്. ആ സിനിമകളുടെ ഒരു പൂർത്തീകരണം നടക്കണമെങ്കിൽ, പ്രത്യേകിച്ച് മന്ത്രിസഭയിലേക്ക് എത്തിയതിന് പിന്നാലെ സിനിമകൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇതാണ് സുരേഷ് ഗോപി പറയുന്ന ഒരു കാരണം. തനിക്ക് സിനിമ ചെയ്യാൻ സാധിക്കുന്നില്ല, താൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ പറയുന്ന BJP-യിലേക്ക് കൊണ്ടുവന്നതിന് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളുടെ പ്രത്യേക താല്പര്യാർത്ഥമാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ ബുദ്ധിമുട്ടിലാണെന്ന് അറിയുമ്പോഴും സുരേഷ് ഗോപി ഈ പാർട്ടിയിൽ നിന്ന് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യന് ഇവിടെ നല്ലൊരു സ്വീകാര്യത കിട്ടുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്തു കൂട്ടിയ പരിപാടികളാണ്. അപ്പൊ അവർ കൊടുത്തൊരു ബൂസ്റ്റിന്റെ പേരിൽ തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു നല്ലൊരു മനുഷ്യൻ, ഞാൻ അയാളെ കുറ്റം പറയില്ല, അയാൾ ഈ ചാണകത്തിൽ മുങ്ങിയതോടുകൂടിയാണ് അയാളുടെ ഉള്ളിലുള്ള നല്ലൊരു മനുഷ്യൻ മരിച്ചു പോയത്. അപ്പൊ അതിനു മുൻപൊക്കെ അയാൾ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു നല്ലൊരു മനുഷ്യൻ BJP എന്ന് പറയുന്നൊരു പാർട്ടിയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ സംഘപരിവാറിനോടൊപ്പം ചേർന്നതിന് ശേഷം അയാളുടെ ഉള്ളിലും ഫ്യൂഡൽ മാടമ്പിത്തരവും, അല്ലെങ്കിൽ താൻ വലിയ ഉന്നത കുലത്തിൽപ്പെട്ടവനാണെന്നുള്ള ചിന്താഗതിയൊക്കെ വന്നു. ഈ തൊട്ടുകൂടാത്തവർ തീണ്ടുകൂടായ്മ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ രണ്ട് സാധനങ്ങളും ഇന്ന് ഈ നാട്ടിലുണ്ട്, അല്ലെ ഇന്ന് ഈ നാട്ടിൽ ഇനിയും അങ്ങോട്ട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് സുരേഷ് ഗോപിയെ മാറിപ്പോയി. സ്വാഭാവികമായിട്ടും മാറിപ്പോകുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യരാരും ഇങ്ങനത്തെ രീതിയിലേക്ക് പോവില്ല. ഇനി എന്തെങ്കിലും ആ പാർട്ടി ആ രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് മാറാനുള്ള ഒരു ആർജവം, അല്ലെങ്കിൽ ചങ്കൂറ്റം കാണിക്കണം. എന്നാൽ സുരേഷ് ഗോപി അത് കാണിച്ചിട്ടില്ല. ആ പാർട്ടിക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വർഗീയതയും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ജാതീയതയും ഒക്കെ ആ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന സമയം തന്നെ പുറത്തെടുത്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഇന്നിപ്പോ സുരേഷ് ഗോപി സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി എനിക്ക് പറ്റിയൊരു പണി രാഷ്ട്രീയമല്ല, എൻ്റെ മക്കളുടെ ജീവിതം തകരും, എൻ്റെ കുടുംബം തകരും, എന്തെങ്കിലും എനിക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് നേരെ സിനിമ ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെയും ഇനി എനിക്ക് രാഷ്ട്രീയത്തിൽ പറ്റില്ല. അപ്പൊ എന്തിനാണ് ഈ വെറും വാഗ്ദാനങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്? നിങ്ങളെ ജയിപ്പിച്ചതൊന്നും തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഇപ്പോഴും 40 വട്ടം പറഞ്ഞുകൊണ്ട് മനസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന തൃശ്ശൂരിലെ കുറെ ജനങ്ങളുണ്ട്. നിങ്ങൾ ശരിക്കും അവരെയും പറ്റിക്കുകയല്ലായിരുന്നോ? അവരിപ്പോഴും പറയുന്നത് നിങ്ങൾ പറ്റിച്ചിട്ടില്ല, അല്ലെ ഞങ്ങളെ ആരും പറ്റിച്ചിട്ടില്ല, ഞങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, സുരേഷ് ഗോപി ഞങ്ങൾ വിജയിപ്പിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എയിംസ് എവിടെയാണ് സുരേഷ് ഗോപി സാറേ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. വേറെ പേരിൽ ചോദിക്കണം, കാരണം ഇദ്ദേഹം പറഞ്ഞൊരു രീതിയിലാണെങ്കിൽ നമ്മൾ ആ പേരിൽ തന്നെ ചോദിക്കണം. എയിംസ് എവിടെ, മറ്റേ മോനെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ ആ രീതിയിൽ ചോദിക്കുന്നില്ല, കാരണം നമ്മുടെ സംസ്കാരം അതല്ലല്ലോ. അപ്പോൾ എയിംസും എല്ലാം തഥാഗുവ ആയി എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എയിംസ് പോയി ആട് കിടന്നിട്ട് ആടിന്റെ പൂട പോലും ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് സംഭവങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം എടുത്തൊരു തീരുമാനം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ പോകും. ബാക്കിയുള്ള ആളുകൾ, കേരളത്തിലെ കുറെ വിശ്വസിച്ചിരുന്ന മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളുണ്ട്, അവന്മാർക്ക് എന്തായാലും നല്ലൊരു പണിയും കിട്ടിയിരിക്കുകയാണ്. എന്തായാലും സംഘികളുടെ ഈ വൃത്തികേടുകൾ മനസ്സിലായിട്ട് തന്നെ ആയിരിക്കണം സുരേഷ് ഗോപി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സിനിമ ചെയ്യണം, കുറെ കാശുണ്ടാക്കണം എന്നതിനേക്കാൾ അപ്പുറം അതിന് അയാൾക്ക് സിനിമ ചെയ്യണമെന്ന് ആവശ്യമുണ്ടോ? ഈ BJP-യിൽ നിന്നാൽ തന്നെ കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരില്ലേ? കണക്ക് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യകതയില്ല. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്നിപ്പോൾ കുറച്ച് നാളുകളായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൈലന്റ് ആണ്. അതിന്റെ പ്രധാന റീസണൊക്കെ ഇത് തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്തായാലും കേന്ദ്ര മന്ത്രി സ്ഥാനം ഒഴിയാൻ പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്, മന്ത്രിസഭയിൽ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മാറിയിട്ട് നല്ല ആളുകൾ വരട്ടെ. എന്തായാലും സംഘികളല്ലേ, എങ്ങനെയുള്ള ഒരാൾ വന്നെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിലേക്കൊക്കെ ഈ സാധനം ഇൻജെക്ട് ചെയ്യപ്പെടും. ഏത് സാധനമാണ്? ജാതി, വർഗം, വർണ്ണം, വിവേചനം, ഇതൊക്കെ ലിംഗം, ഇതൊക്കെ
ഇഞ്ചെക്ട് ചെയ്യപ്പെടും. അത് വൺസ് ഇഞ്ചെക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഉള്ളിലും അല്ലെങ്കിൽ അവർ കാണുന്നതെല്ലാം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടത്, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടത്, മധ്യ വിഭാഗത്തിൽപ്പെട്ടത് എന്നുള്ള ചിന്താഗതികളൊക്കെ തന്നെ ആയിരിക്കും. മനുഷ്യനായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ സംഘടന തന്നെയാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ സംഘപരിവാറിനെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ, അല്ലെ സംഘികളുടെ മെഴുകലുകൾ കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചൊരു മനുഷ്യൻ തന്നെയായിരുന്നു ശ്രീ പിണറായി വിജയൻ. ഇന്നിപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാറ്റിയിട്ട് ചിരിക്കുന്നൊരു മുഖ്യമന്ത്രി, സംഘികൾക്ക് വേണ്ടിയിട്ട് എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുന്ന, വഴി വെട്ടിക്കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ ബൈ.